എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം എടുത്തൊരു വ്ളോഗാണ് കേട്ടോ. മഴയില്ലാത്ത ദിവസങ്ങളൊക്കെ ആണെങ്കിൽ ഞാനും നിവാങ്കുഞ്ഞും നദാങ്കുഞ്ഞുണ്ടെങ്കിൽ നദാങ്കുഞ്ഞും കൂടെ വരും കേട്ടോ. ഞങ്ങൾ 3 പേരും കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുവേ. ഇവിടെ റബ്ബർ തോട്ടമായിരുന്നു. റബ്ബർ വെട്ടിക്കഴിഞ്ഞപ്പോൾ മലങ്കര ഡാം നമുക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റുമേ. രാവിലെയാണ് കൂടുതൽ ഭംഗി. ഇനി ഏതെങ്കിലുമൊക്കെ ഒരു മോർണിംഗ് വ്ളോഗിൽ ഇവിടുത്തെ രാവിലത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ ഈ ഒരു റെയിൻബോ കണ്ടത്. നോക്കിക്ക് എന്ത് ഭംഗിയാണെന്ന്. നിവാങ്കുഞ്ഞിനെ ഞാൻ വിളിച്ചുകൊണ്ട് വരുന്ന മിക്ക ദിവസങ്ങളിലും ഇവിടെ വെയിലാണ് കേട്ടോ. ഇപ്പോൾ തിരിച്ച് വന്ന് ഒരു 5 മണി 5:30 6 മണിയൊക്കെ ആകുന്ന ഒരു സമയത്ത് നല്ല മഴ അങ്ങ് പെയ്യാൻ തുടങ്ങും കേട്ടോ. വൈകുന്നേരം നല്ല മഴയായിരിക്കും. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നിവാങ്കുഞ്ഞും ഞാനും കൂടെ കുറച്ച് നേരം നടക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. മഴയില്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് നേരം നടന്നിട്ട് തിരിച്ചു വന്നു കേട്ടോ. എന്നിട്ട് ദേഹമൊക്കെ കഴുകി നിവാങ്കുഞ്ഞിന് ഹോംവർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. ഹോംവർക്കൊക്കെ ചെയ്തു. അപ്പോഴേക്കും നല്ല മഴ. നിവാങ്കുഞ്ഞ് അകത്തിരുന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് ഞാൻ തുണി വിരിച്ചിടാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി. എനിക്ക് ആ ഒരു ഭിത്തി സൈഡിലായിട്ടൊരു ജനലുണ്ട്. ആ ജനൽ തുറന്നിട്ടാൽ നിവാങ്കുഞ്ഞിനെ അകത്തിരുന്ന് കാണാൻ പറ്റും കേട്ടോ. അകത്തിരിക്കുന്ന നിവാങ്കുഞ്ഞിനെ കാണാനായിട്ട് പറ്റും. അങ്ങനെ ഞാൻ ജനലൊക്കെ തുറന്നിട്ടിട്ട് ആ തുണി അങ്ങ് വിരിച്ചിടാനായിട്ട് ഇറങ്ങിയതാണ്. നല്ല മഴയാണ് കേട്ടോ. മഴയായാൽ നമുക്ക് തുണി ഉണങ്ങലാണ് ഇച്ചിരി പാടുള്ള കാര്യം. അപ്പോൾ ഭിത്തിയോട് ചേർന്ന് ഒരു 3-4 അഴ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഡ്രയറിലിട്ട തുണി ആയതുകൊണ്ട് തന്നെ 1-2 കാറ്റടിച്ച് കഴിയുമ്പോഴത്തേക്കും തുണി നല്ലപോലെ ഉണങ്ങും കേട്ടോ. പിന്നെ നമുക്ക് ആണി അടിക്കാനൊന്നും പാടില്ലാത്ത കാരണം തെങ്ങയിലും അപ്പുറത്തെ സൈഡിലൊരു ഈ ഷീറ്റിൻ്റെ തന്നെ താഴെയുള്ള കമ്പിയിലൊക്കെ ആയിട്ടാണ് കേട്ടോ അഴ വലിച്ചു കെട്ടിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് അഴ കെട്ടുന്നതൊന്നും ഇഷ്ടമില്ല കേട്ടോ. പിന്നെ നമുക്ക് അങ്ങനെ വേറെ സൗകര്യം ഇല്ലാത്ത കാരണം ഇങ്ങനെ ഇടുന്നതാണേ. നിവാങ്കുഞ്ഞ് അവിടെ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ സ്ലേറ്റിൽ ലെറ്റേഴ്സ് എഴുതി കൊടുക്കും. അവനത് താഴെ തന്നെ ഇരുന്ന് എഴുതി പഠിച്ചോളും കേട്ടോ. അങ്ങനെ തുണിയൊക്കെ വിരിച്ചിട്ടിട്ട് കയറി വന്നതാ ഞങ്ങൾ ചോറുണ്ണുവാണ് കേട്ടോ. ഇന്ന് വൈകുന്നേരമല്ല, ഇന്നത്തെ ഡിന്നറ് ചോറും ചേമ്പ് കറി, ക്യാബേജും ക്യാരറ്റും കൂടെ തോരൻ വെച്ചതും മീൻ വറുത്തതുമായിരുന്നു കേട്ടോ. ഇത് അയലമീൻ വറുത്തത് ചാച്ചായി കൊണ്ട് തന്നതാണേ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കുടിക്കുന്നത് ചിയാ സീഡ് ഇട്ട വെള്ളമാണ്. ഞാനിത് ആദ്യമായിട്ട് വാങ്ങിക്കുന്നതാണ് കേട്ടോ ഈ ഒരു ചിയാ സീഡ്. 1 ടേബിൾ സ്പൂൺ ചിയാ സീഡ് അരമണിക്കൂർ ചെറു ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് 1 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളത്തിലേക്ക് ഇട്ടിട്ട് അതാണ് കേട്ടോ ഞാൻ കുടിക്കുന്നത്. കുറേ നാളുകളായിട്ട് ഹെയർ കെയർ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. ഇന്ന് നമുക്ക് എന്തായാലും ഒരു ഹെയർ കെയർ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 1.5 ഗ്ലാസ് വെള്ളം എടുത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് നമുക്ക് ഓറഞ്ചിൻ്റെ അല്ലി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഹെയർ റിൻസ് നമ്മുടെ മുടി നന്നായിട്ട് വളരാനും മുടിക്കൊരു തിളക്കം കിട്ടാനും സ്കാൽപ്പ് നല്ല സ്ട്രെങ്തൻ ആകാനും ഹെൽപ്പ് ചെയ്യും. റൈസിൻ്റെ കൂടെ ഈ ഓറഞ്ചിൻ്റെ അല്ലി ചേർക്കുന്നത് കൊണ്ട് ഇതൊരു നാച്ചുറൽ കണ്ടീഷണർ പോലെയാണ് കേട്ടോ ആക്ട് ചെയ്യുന്നത് നമ്മുടെ മുടിയിൽ. ഇതിട്ട് നമ്മൾ മുടി കഴുകി കഴിയുമ്പോൾ നല്ല തിളക്കമായിരിക്കും കേട്ടോ മുടിക്ക്. അങ്ങനെ നമ്മുടെ ഹെയർ റിൻസ് ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ലോങ് ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റും കൂടെ തിളപ്പിച്ച് ഞാൻ അടച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതവിടെ ഇരുന്ന് തണുക്കട്ടെ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ക്യാരറ്റ് പുട്ടാണ് കേട്ടോ. ക്യാരറ്റ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പുട്ടിന് കുഴയ്ക്കുന്ന കൂട്ടത്തിൽ ഈ ക്യാരറ്റും കൂടെ ഇട്ടൊന്ന് കുഴച്ചെടുക്കാവേ. ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ പാൽപുട്ട് എന്നുള്ളൊരു റെസിപ്പിയാണ് കണ്ടത്. അപ്പോൾ അതിനകത്ത് പാൽപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. നമുക്ക് പാൽപ്പൊടിയും പാലൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർക്കാൻ. ഞാൻ തൽക്കാലം ക്യാരറ്റ് മാത്രമാണ് ചേർക്കുന്നുള്ളത്. പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് പുട്ടിന് ഇങ്ങനെ ഉതിർത്തി കുഴച്ചെടുക്കാവേ. അമ്മ പണ്ട് പറഞ്ഞു തന്നതാണ് കേട്ടോ പുട്ടിൻ്റെ ഈ ഒരു പരുവം. പുട്ട് നമ്മളിങ്ങനെ കുഴച്ച് കഴിഞ്ഞിട്ട് കൈകൊണ്ട് ഇതുപോലെ പിടിച്ചു കഴിയുമ്പം ഇങ്ങനെ മുള്ളു പോലെ ഇരിക്കും. അതായത് ഈ ഡൈനോസറിൻ്റെയൊക്കെ പുറം പോലെ പുട്ടിൻ്റെ ഷേപ്പ് വരും കേട്ടോ.
ഇതാണ് പുട്ടിൻ്റെ ഭാഗം എന്നാണ് അമ്മ പറഞ്ഞു തന്നെ. ഞാൻ ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളൂ, അല്ലാതെ ഗ്ലാസ്സിനകത്ത് അളവ് എടുത്ത് എനിക്ക് ഉണ്ടാക്കാനായിട്ട് അറിയത്തില്ല. ഞാൻ അങ്ങനെ ഉണ്ടാക്കിയാൽ ശരിയാകത്തുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് രാവിലെ എഴുന്നേറ്റത്. അപ്പോൾ നിവാങ്കുഞ്ഞ് രാവിലെ എഴുന്നേറ്റ് വന്നപ്പം ഒരു 8-8:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് അവനിപ്പോൾ വിശക്കും. കാരണം സ്കൂളിൽ പോകുന്ന സമയത്ത് നേരത്തെ കഴിക്കുന്ന കാരണം ശനിയാഴ്ച ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ആൾക്ക് വിശക്കാൻ തുടങ്ങും കേട്ടോ. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇതിപ്പം ബ്രെഡിനകത്ത് ചീസും ബട്ടറും കൂടെ വെച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്ത് കൊടുക്കുവാണേ. പുട്ടിന് കടലക്കറി ആക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ കടലക്കറിയും പുട്ടൊക്കെ ആയി വരുമ്പോഴത്തേക്കും എന്തായാലും ഒരു 10 മണിയൊക്കെ ആകും. അപ്പോഴേക്കും നല്ല വിശപ്പാവുമല്ലോ. അതിന് മുമ്പായിട്ട് പാലും ബ്രെഡും ടോസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ദിവാങ്ങനിന് അങ്ങനെ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ കടലക്കറി വെക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരേ സമയം പെട്ടെന്ന് തന്നെ രാവിലെ അങ്ങ് ചെയ്ത് വെക്കും കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഒരു കുക്കിങ് അങ്ങനെ വെവ്വേറെ സമയത്ത് വന്ന് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. രാവിലെ തന്നെ ഞാൻ കുക്കിംഗ് എല്ലാം തീർത്തങ്ങ് വെക്കും. കടലക്കറിക്കായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞപ്പം കുറച്ച് പെരിഞ്ജീരകവും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ. പെരിഞ്ജീരകം ഇട്ട്, സവോള ഇട്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട്, ഒരു കുഞ്ഞി തക്കാളിയുടെ കഷ്ണം കൂടി അരിഞ്ഞിട്ടു. കറിവേപ്പില കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരു കുഞ്ഞി കറിവേപ്പിലയുടെ തണ്ടും കൂടി ഇട്ടു. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ടേ. ഈ ഒരു കടലക്കറിക്കകത്ത് ഞാൻ ഒരുപാട് മസാലകളൊന്നും ഇടുന്നില്ല. കടല നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട്. കടലയ്ക്കകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മീറ്റ് മസാലയും ഉപ്പും മാത്രം ഇട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ സവാള നന്നായിട്ട് വരണ്ട് വരുമ്പോൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയും കുറച്ച് മീറ്റ് മസാലയാണ്. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടെ ചേർത്ത് കൊടുക്കുക. കടല ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കണേ. എന്നിട്ട് ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ചേർത്ത് അടച്ച് വെച്ച് ഒരു 5-10 മിനിറ്റ് വേണ്ട, ഒരു 5-6 മിനിറ്റും കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം. കടലക്കറി അവിടെ ഇരുന്നാകുന്ന സമയത്ത് പുട്ടും കൂടെ നമുക്ക് വേവിച്ചെടുക്കാം. ഞാൻ ചിരട്ടപ്പുട്ടിൻ്റെ പാത്രത്തിനകത്ത് ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു, പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് പുട്ടുപൊടി കുഴച്ച കൂട്ടത്തിൽ ഞാൻ കുറച്ച് ക്യാരറ്റിൻ്റെ ഗ്രേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നമുക്ക് കുക്കറിൽ വെച്ച് ഇങ്ങനെ വേവിച്ചെടുക്കാം. ഇത് ഞാൻ വലിയ ടേസ്റ്റ് ഉണ്ടാകുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു, നല്ല രുചിയായിരുന്നു കേട്ടോ ഈ ഒരു പുട്ടിന്. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുമേ. ഇതിന് നമ്മൾ പുട്ട് കുഴയ്ക്കുന്ന കൂട്ടത്തിൽ പാൽപ്പൊടിയും കൂടെ ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണെന്നാണ് കേട്ടോ ഞാൻ കണ്ട വീഡിയോയിൽ പറഞ്ഞത്. പക്ഷേ പാൽപ്പൊടി ഇല്ലാത്തതാണ് ഞാൻ പാൽപ്പൊടി ഇട്ടില്ല. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ ചൂട് പുട്ടും റെഡി ആയിട്ടുണ്ട്, നമ്മുടെ കടലക്കറിയും റെഡി ആയിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.